നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ മാതരത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ വന്ദേ മാതരത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും, അവർക്കിപ്പോൾ എന്താണ് കോൺഗ്രസിൽ സ്ഥാനമെന്നറിയില്ല, AICCയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തൽ ചടങ്ങിൽ വന്ദേ മാതരത്തെ അവർ അപമാനിക്കുവാൻ ശ്രമിക്കുന്നതും ഒക്കെ വാർത്തയായി പുറത്തു വന്നതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതേ തുടർന്ന് അഭിപ്രായം പറയുവാൻ യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരും വിവരമുള്ളവരും വിവരമില്ലാത്തവരും എല്ലാം ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക ആയി എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഈ വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള ഉണ്ടാകുന്ന ഈ വിവാദം എന്നുള്ളതിൻ്റെ മൂല കാരണം ഹിന്ദുക്കൾ കാലാകാലമായി തലയിൽ പേറി നടക്കുന്ന മതേതരത്വം എന്ന ഭാരമാണ്. ഹിന്ദുക്കളുടെ തലയിൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. മതേതരത്വം ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയാണ്, മറ്റുള്ള മതങ്ങൾക്ക് ഈ ഒരു ബാധ്യത ഇല്ല. സെമറ്റിക് മതങ്ങൾക്ക്, അധിനിവേശ മതങ്ങൾക്ക്, ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും അവയ്ക്ക് ഈ മതേതരത്വത്തിൻ്റെ ബാധ്യത ഇല്ല എന്നുള്ള ഒരു സത്യമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. മറ്റൊരു രാജ്യത്തും ഇത് സാധ്യമല്ല. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് ബൈബിളിൻ്റെ മുകളിൽ കൈവച്ച് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്താൽ അവിടെ ഒരു ഇസ്ലാമിസ്റ്റും തൽക്കാലത്തേക്ക്, നാളെ അത് ശരിയാ നിയമത്തിന് വിധേയമാകുമ്പോൾ മാറുമായിരിക്കും, അതിനെ എതിർക്കില്ല. ലണ്ടനിലും അങ്ങനെ തന്നെ. ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻ്റോ കാത്തലിക്കോ അത് ആർക്കാണ് സ്വാധീനം കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവരുടെ ആചാരവിധി പ്രകാരം രാജാവിൻ്റെ സ്ഥാനാരോഹണവും രാജ്ഞിയുടെ സ്ഥാനാരോഹണവും എല്ലാം നടക്കുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റും പറയില്ല ഇത് ഞങ്ങളുടെ ആചാരത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് സിറ്റിസൺ ആയതുകൊണ്ട്, ബ്രിട്ടനിലെ പൗരനായതുകൊണ്ട് ഇത് ശരിയല്ല, എൻ്റെ വികാരങ്ങളെ ഇത് മുറിപ്പെടുത്തുന്നു എന്ന് ആരും പറയില്ല. പക്ഷെ ഭാരതത്തിൽ അത് പറയും. അതിൻ്റെ കാരണം ഹിന്ദു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തലയിൽ ചുമന്ന് നടക്കുവാൻ നിർബന്ധിതമായ മതേതരത്വം എന്ന ഈ ഒരു വിഴുപ്പാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകരുമായി ആ കുറിപ്പ് ഞാനൊന്ന് പങ്കുവയ്ക്കാം. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണമെന്ന് തോന്നുന്നില്ല. ആരിഫ് ഹുസൈൻ തെരുവത്തുമായിട്ടുള്ള നിരവധി സംഭാഷണങ്ങൾക്കിടയിൽ ഞാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നൊരു വാക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ചോദിക്കുമെന്നുള്ളതല്ലാതെ എൻ്റെ വ്യാഖ്യാനങ്ങൾ ഞാൻ ഉൾപ്പെടുത്തില്ല. തിരിച്ചങ്ങനെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സംഭാഷണമാണ് നടത്താറുള്ളത്. ഇതൊരു കുറിപ്പായതുകൊണ്ട് നേരെ കുറിപ്പിലേക്ക് പോകുന്നു. എൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല ഈ കുറിപ്പിനിടയിൽ. അവസാനം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. കുറിപ്പിലേക്ക് പോകാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓർമ്മക്കുറിപ്പ്. എൻ്റെ സ്കൂളിലെ സെക്യുലർ ഫാത്തിഹ. വ്യാഖ്യാനങ്ങളില്ലെങ്കിൽ പോലും ഫാത്തിഹ എന്നുള്ളത് ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ കണ്ടാൽ മതി. വന്ദേ മാതരത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വിവാദങ്ങൾ എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് എൻ്റെ ബാല്യകാലത്തെ ഒരു പ്രത്യേക ഇടത്തിലേക്കാണ്. കോഴിക്കോട്ടെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക്, ദയപുരം റെസിഡൻഷ്യൽ സ്കൂൾ. രാവിലെ 9 മണിക്ക് സെൻട്രൽ മൈക്രോഫോണിലൂടെ ഒഴുകിയെത്തുന്ന ഫാത്തിഹയോടെയായിരുന്നു ഞങ്ങളുടെ പ്രഭാതങ്ങൾ തുടങ്ങിയിരുന്നത്. ഫാത്തിഹ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രാർത്ഥനയാണ്. വല്ലപ്പോഴും മാത്രമായിരുന്നില്ല അത്. പ്രാർത്ഥനാമുറിയിൽ ഒതുങ്ങി നിന്ന ഏതെങ്കിലും സ്വകാര്യ വിശ്വാസ പ്രകടനവുമല്ലായിരുന്നു. അതവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു, ആ സ്ഥാപനത്തിൻ്റെ പശ്ചാത്തല സംഗീതം. തുടർന്നാണ് ചില ദിവസങ്ങളിലെ സ്കൂൾ അസംബ്ലി. സ്കൂൾ ലീഡർ ദേശീയ പ്രതിജ്ഞ ചൊല്ലിത്തരും. ആ പൗരത്വ ചടങ്ങിൻ്റെ എവിടെയോ വെച്ച് ഫാത്തിഹ വീണ്ടും കടന്നു വരും, ഇത്തവണ ഇംഗ്ലീഷിൽ. എൻ്റെ അമുസ്ലിങ്ങളായ സഹപാഠികൾ എൻ്റെ അരികിൽ നിന്ന് അത് ഏറ്റുചൊല്ലുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പരിഭാഷ ആരംഭിക്കുന്നത് തികച്ചും നിഷ്കളങ്കമായിട്ടായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ദൈവം അല്ലാഹു എന്നല്ല, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിൽ അല്ലാഹു അപ്രത്യക്ഷമായി. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണെന്ന് തോന്നുന്നു അറബിയിൽ പറയുമ്പോൾ. അതിൽ അല്ലാഹു അപ്രത്യക്ഷമായി. ഭാഷാപരമായ ഒരു സമർത്ഥമായ അലക്ക് വെളുപ്പിക്കൽ. വ്യക്തമായ ഇസ്ലാമിക നാമത്തിന് പകരം സാർവത്രികമെന്ന് തോന്നിക്കുന്ന ദൈവം എന്ന വാക്ക് വയ്ക്കുക. അതോടെ തികച്ചും ഇസ്ലാമികമായൊരു പ്രാർത്ഥനയ്ക്ക് മതേതര കുപ്പായമണിഞ്ഞ് ഒരു ബഹുസ്വര സദസ്സിലൂടെ സുഗമമായി കടന്നു പോകാം. തുടർന്ന് വരുന്നത് ദി ഡു വി വർഷിപ്പ് ആൻഡ് ദി ഡു വി സീക്ക് ഹെൽപ്പ് ഫ്രം. മനോഹരമായ ഇംഗ്ലീഷ് അല്ലേ, ഏതാണ്ട് ഷേക്സ്പിയറിയൻ ശൈലി പോലെ. ദി ആണ്, THEE. ദി ദ അല്ല, THEE. അങ്ങ് എന്നുള്ള ദി ഡു വി വർഷിപ്പ് ആൻഡ്
ഡു വി സീക്ക് ഹെൽപ്പ് ഫ്രം? അത്രയും ഷേക്സ്പിയറൻ ശൈലി പോലെ അത്രയും കാവ്യാത്മകം. അതുകൊണ്ട് തന്നെ അരോചകമായ ആ ചോദ്യം ചോദിക്കാൻ ഒരുപക്ഷെ ആരും നിന്നതുമില്ല. അസംബ്ലിയിലുള്ള ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും നിരീശ്വരവാദിയുമായ കുട്ടിയെ കൊണ്ട് ആരാധിക്കുന്ന എന്ന് ഏറ്റുപറയിപ്പിക്കുന്ന ഈ നീ യഥാർത്ഥത്തിൽ ആരാണ്? ഒടുവിൽ അവസാന വാക്യങ്ങൾ വരുന്നു. ഗൈഡസ് ടു ദ സ്ട്രെയിറ്റ് പാത്ത്. അനുഗ്രഹം ലഭിച്ചവരുടെ വഴി, കോപത്തിനിരയായവരുടെ വഴിയല്ല, വഴി പിഴച്ചു പോയവരുടെ വഴിയല്ല. ആരാണവർ? ഇസ്ലാം പഠിപ്പിക്കുന്നു അത് ജൂതരും ക്രിസ്ത്യാനികളുമാണെന്ന്. അത് കോപത്തിനിരയായവരും വഴി പിഴച്ചു പോയവരും ജൂതരും ക്രിസ്ത്യാനികളുമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾ നിന്ന് അത് ഏറ്റുചൊല്ലുകയായിരുന്നു. ജൂതൻ മാത്രം ഉണ്ടായില്ല, ഒരേ ഒരു നേർവഴിയേ ഉള്ളുവെന്നും ബാക്കിയുള്ള വഴികളെല്ലാം പിഴച്ചതും കോപത്തിന് പാത്രമായതുമാണെന്നും ആ കുട്ടികൾ ഫലത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നവർ അറിഞ്ഞിരുന്നില്ല. ആരും മതേതരത്വമെന്ന് പറഞ്ഞ് അലറിയില്ല. പ്രഭാതഭക്ഷണത്തിന് മുൻപ് ആരും ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് ചിന്തിച്ചതുമില്ല. തങ്ങളുടെ മതപരമായ മനസാക്ഷി മുറിവേൽപ്പിക്കപ്പെട്ടു എന്നാരും പ്രഖ്യാപിച്ചതുമില്ല. ഹിന്ദു ഉണർന്നതുമില്ല. ഞങ്ങൾ വെറുതെ വളർന്നു വലുതായി. ഓർമ്മകളെ ക്രൂരനായ ഒരു കൊമേഡിയനാക്കി മാറ്റുന്ന ഘട്ടം ഇപ്പോഴാണ് വരുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയ ഇടങ്ങളിൽ സുരക്ഷിതമായി നിലയുറപ്പിച്ചുകൊണ്ട് അതേ അമുസ്ലിങ്ങളായ എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ തന്നെ വന്ദേമാതരം എന്തുകൊണ്ട് പ്രശ്നഭരിതമാണ് എന്ന് ആവേശത്തോടുകൂടി വിശദീകരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാനത് നോക്കി നിൽക്കുകയാണ്. കാണാൻ നല്ല രസമുള്ള കാഴ്ച. വാക്യങ്ങളുടെ അർത്ഥം ആദ്യമായി വലിയ പ്രശ്നമാകുന്ന കാഴ്ച. മുസ്ലിങ്ങളുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒന്ന് ചൊല്ലാൻ അവരെ നിർബന്ധിക്കാൻ പാടില്ലത്രേ. പെട്ടെന്ന് മനസാക്ഷി പവിത്രമായി മാറുന്നു. പെട്ടെന്ന് വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകുന്നു. പെട്ടെന്ന് മറ്റൊരു സമുദായത്തിൻ്റെ മതപരമായ അർത്ഥങ്ങൾ പേറുന്ന വരികൾ ഒരാളെ കൊണ്ട് ചൊല്ലിക്കുന്നത് മതേതരത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി മാറുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിലെ പ്രഭാത മൈക്രോഫോണിനെക്കുറിച്ച് ഓർത്തു പോകുന്നത്. ദി ഡു വി വർഷിപ്പ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ കുട്ടികൾ അത് ഏറ്റുചൊല്ലുന്നത് ഞാൻ ഓർക്കുന്നു. ഗൈഡസ് ടു ദ സ്ട്രെയിറ്റ് പാത്ത്. അനുഗ്രഹം ലഭിച്ചവരുടെ വഴി, കോപത്തിനിരയായവരുടെ വഴിയല്ല, വഴിപിഴച്ചു പോയവരുടെ വഴിയുമല്ല. എല്ലാവരെയും അത് ഒരുമിച്ച് ഏറ്റുചൊല്ലുന്നത് ഞാൻ ഓർക്കുന്നു. മതേതരത്വം ഒരുപക്ഷെ പിന്നീട് എപ്പോഴോ കടന്നു വന്നതാകാം. ഹിന്ദു കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കാണാൻ നല്ല രസമുള്ള കാഴ്ച. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ടൊന്നും കൂടി ആവർത്തിക്കാം. ഹിന്ദു കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കാണാൻ നല്ല രസമുള്ള കാഴ്ച. അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഈ സവിശേഷമായ പതിപ്പ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ഒരു സമുദായത്തിൻ്റെ മതവികാരങ്ങൾ അവകാശങ്ങളായി പരിഗണിക്കപ്പെടുന്നു. അതേസമയം അതേ സമുദായത്തിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രഖ്യാപനങ്ങൾ നിശബ്ദമായി സംസ്കാരം എന്ന ലേവലിൽ അവതരിപ്പിക്കപ്പെടുന്നു. അത് ഹലാലായാലും മറ്റെന്ത് മതവിശ്വാസമായാലും. അതിനെക്കുറിച്ച് അവസാനം പറയാം. ഇടയിൽ ഞാൻ വ്യാഖ്യാനങ്ങൾക്കൊന്നും മുതിരുന്നില്ല, ആദ്യമേ വാക്ക് തന്നിരുന്നത് പോലെ. സ്വത്വരാഷ്ട്രീയം ഒടുവിൽ മനുഷ്യരോട് ചെയ്യുന്നത് ഇതാണ്. ഒരു മാന്യമായ സമൂഹം ചെയ്യേണ്ടതുപോലെ ഈ യഥാർത്ഥ വിവേചനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല അത് ചെയ്യുന്നത്. മറിച്ച് ഒരു സമുദായത്തെ എപ്പോഴും പരാതികളുടെയും അരക്ഷിതാവസ്ഥയുടെയും ഇരവാദത്തിൻ്റെയും ഭാഷയിലൂടെ മാത്രം നോക്കിക്കാണുവാൻ അതൊരു രാഷ്ട്രത്തെ പതിയെ പരുവപ്പെടുത്തുന്നു. ആ ചട്ടക്കൂട് വിശുദ്ധമായി കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളല്ലാതായിത്തീരും. അവ വെറും സാഹചര്യങ്ങൾ മാത്രമായി മാറും. ഒരു ഭാഗത്തു നിന്നുള്ള മതപരമായ എതിർപ്പ് അടിച്ചമർത്തലായി മാറും. മറ്റു കാര്യങ്ങളിലെല്ലാം ബുദ്ധിമാന്മാരായ ഒരു തലമുറയ്ക്ക് മുഴുവൻ പരസ്പര വിരുദ്ധമായ ഈ രണ്ട് നിലപാടുകളും കൂട്ടിയിടിക്കുന്ന ശബ്ദം പോലും കേൾക്കാതെ രണ്ടിൻ്റെയും ഭാഗമാകാൻ സാധിക്കുകയും ചെയ്യും. വിദ്യാലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് ഒരുപക്ഷെ ഇതാണ്. മുസ്ലിങ്ങൾ ഫാത്തിഹ ചൊല്ലി എന്നതല്ല, അതിന് അവർക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞാനത് അക്കാലത്ത് പൂർണ്ണ ബോധ്യത്തോടെ ചൊല്ലി എന്നതുമല്ല, മറിച്ച് ഇസ്ലാമിക ദൈവശാസ്ത്രം ഉച്ചരിക്കാൻ അമുസ്ലിങ്ങളായ കുട്ടികൾ നിർബന്ധിതരായി എന്നതും ഇന്ന് നാം വളരെ കാര്യക്ഷമമായി നിർമ്മിച്ചെടുക്കുന്ന ആ മതേതര രോഷത്തിന് അർഹമായ ഒന്നായി അന്ന് ആരും അതിനെ കണ്ടില്ല എന്നതുമാണ്. ആ സെൻട്രൽ മൈക്രോഫോൺ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ലീഡർക്ക് പിന്നാലെ അസംബ്ലി അത് ഏറ്റുചൊല്ലുന്നത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത്
തങ്ങൾ നിശബ്ദമായി അനുഭവിച്ച അതേ അസ്വസ്ഥത മുസ്ലിങ്ങൾ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന രാഷ്ട്രീയത്തെ അതേ ആളുകളിൽ ചിലർ ന്യായീകരിക്കുന്നതും ഇപ്പോൾ ഞാൻ കേൾക്കുന്നു. ചരിത്രത്തിന് വലിയൊരു കറുത്ത തമാശാബോധമുണ്ട്. ഇന്ത്യ അതിനോട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഈ രാജ്യം രക്ഷപ്പെടില്ല. ആരിഫ് ഹുസൈൻ തെരുവത്ത്, എക്സ് ഫാത്തിഹ പ്രേമി. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് ഫാത്തിഹ പ്രേമിയാണ് എന്നാണ്. അപ്പോൾ ഈ കുറിപ്പിൻ്റെ ഒരു സാരാംശം പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. പക്ഷേ ഈ ഒരു മതേതരത്വം എന്നുള്ളത് ഹിന്ദു ഒരിക്കലും ഉണ്ടിട്ടില്ല എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മതേതരത്വം എന്നുള്ളത് ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയാണ്. വന്ദേമാതരത്തിൽ ഹിന്ദു ദേവിമാരുടെ പേരുകൾ ഉച്ചരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണോ അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത് ചൊല്ലുവാൻ പാടില്ല എന്ന് ആളുകൾ വാദിക്കുന്നത്, അതുപോലെയുള്ള മറുവാദങ്ങളും ഉയരണം. 5 നേരം മൈക്ക് കെട്ടിവെച്ച് എൻ്റെ ദൈവം മാത്രമാണ് ദൈവം, മറ്റ് ദൈവങ്ങളൊന്നും ദൈവമല്ല, എൻ്റെ ദൈവത്തിൻ്റെ പൂജാരിയാണ് യഥാർത്ഥ പൂജാരി എന്ന വിഡ്ഢിത്തരം പരസ്യമായി വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മുറവിളികൾ അപമാനമാണ്, മതേതരത്വത്തിനെതിരാണ് എന്നുള്ള ശബ്ദങ്ങൾ ഉയർന്നാൽ മാത്രമേ വന്ദേമാതരം എന്ന ദേശീയ ഗീതം കൃത്യമായി ചൊല്ലുവാൻ ഇക്കൂട്ടർ നിർബന്ധിതരാവുകയുള്ളൂ. മറ്റൊരു വശം പരിശോധിച്ചാൽ ഈ ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങൾ വളരെ നിശബ്ദമായി, നേരത്തെ പറഞ്ഞ പോലെ ഇൻ തീ വി ട്രസ്റ്റ്, ആ തീ എന്നുള്ളത് മലയാളത്തിലെ തീ അല്ല, ഇൻ THEE, അതിനെ തീ എന്നാണ്. ദൈ അതിൻ്റെ ഒരു പരിണാമം എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമ്യമായി അത്തരത്തിലുള്ള അള്ളാഹുവിനെ ഗോഡാക്കി മാറ്റിയും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ മതേതരത്വത്തിൻ്റെ കുപ്പായമിട്ട് ഇസ്ലാമിക ആചാരങ്ങൾ കടന്നു പോകുന്നു. നമുക്കിടയിലൂടെ നാം അതറിയുന്നത് പോലുമില്ല. ഹലാൽ ഭക്ഷണം നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. കണങ്കാല് വരെ എത്താത്ത കാലുറകൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഇസ്ലാമിക രീതികൾ അതൊരു ജീവന രീതിയായി അല്ലെങ്കിൽ ജീവിത രീതിയായി നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള റംസാൻ നോയമ്പെടുക്കുന്നത് ട്രെൻഡായി മാറുന്നു, തട്ടമിടുന്നത് ട്രെൻഡായി മാറുന്നു. ഇതെല്ലാം മതേതരത്വത്തിൻ്റെ പേരിൽ ഹിന്ദു അനുവദിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 10 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ള ഇതിൻ്റെ പേരിൽ പൊട്ട് വായിച്ച് തട്ടമിടുവാൻ ആളുകൾ തയ്യാറാകുന്നു. ഇതൊക്കെയാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ കുറിപ്പിൽ ഞാൻ കണ്ട ദൃശ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ദേവരം റെസിഡൻഷ്യൽ സ്കൂളിലെ സെൻട്രൽ മൈക്രോഫോണിലുള്ള ശബ്ദങ്ങൾ എന്നിലേക്ക് കൊണ്ടുവന്ന, എന്നിൽ ഉണർത്തിയ ചിത്രങ്ങൾ ഇവയൊക്കെയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ തെളിഞ്ഞ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ്? ഇവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.